നമസ്കാരം. വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ പണ്ട് ഒരു മോഹൻലാൽ സിനിമയിലെ ഡയലോഗാണ് വാര്യരെ ഈ കുട്ടി മിണ്ടുന്നില്ല എന്നുള്ളത്. 10-48 മണിക്കൂറായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടം ഇല്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണത്തെ നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ ബന്ധങ്ങളുണ്ടെന്നും RSSൻ്റെ നേതാക്കന്മാരുമായിട്ട് ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ADGPയെ പാലക്കാട് നടക്കുന്ന RSS സമ്മേളന നഗരിയിലേക്ക് അയച്ചു എന്നൊക്കെയാണ് വി ഡി സതീശൻ ആരോപണമായി ഉയർത്തിയിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത്, അത് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരു വ്യക്തി വെറുതെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമല്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും ADGPക്കും എതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്. ഈ ആരോപണത്തിൽ നിന്ന് അതിന് മറുപടി പറയാതെ മുഖ്യമന്ത്രി വഴുതി മാറിയിട്ടോ നിശബ്ദനായിരുന്നിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? അദ്ദേഹത്തിനെതിരെ വലിയ പടയൊരുക്കങ്ങളാണ് പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്നത്. അതിശക്തമായ പടയൊരുക്കങ്ങളാണ്. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്, ഒരു പ്രതിഷേധാഗ്നി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സഖാക്കൾക്കിടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വേണം മനസ്സിലാക്കേണ്ടത്? എന്താണ് മുഖ്യമന്ത്രിയുടെ നിശബ്ദതയ്ക്ക് കാരണം? അല്ല, മുഖ്യമന്ത്രിക്ക് ദീർഘകാലമായിട്ട് ഈ സംഘപരിവാർ ശക്തിയുമായും അല്ലെങ്കിൽ തന്നെ BJPയുമായും അല്ലെങ്കിൽ മോദി സർക്കാരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഈ അടുത്ത കാലത്ത് വന്നതല്ല. നമുക്കറിയാം, ദീർഘകാലമായിട്ട് അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ നിഴലിൽ തന്നെയായിരുന്നു പിണറായി വിജയൻ. ഇപ്പം പിണറായി വിജയനെതിരെയുള്ള പല അഴിമതി ആരോപണങ്ങളും നമുക്കറിയാം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം നയതന്ത്ര ബാഗ് ത്രൂ സ്വർണം കടത്തി എന്നുള്ള കേസിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായിരുന്നത് മുഖ്യമന്ത്രിയുടെ അന്ന് ഓഫീസിൽ ഏറ്റവും പ്രധാനിയായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി, IT സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനായിരുന്നു. അപ്പോൾ ശിവശങ്കരൻ എന്നെ യാതൊരു തരത്തിലും സംരക്ഷിക്കില്ല എന്നൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ ഈ ആരോപണ വിധേയായ സ്ത്രീ, അതായത് സ്വപ്ന സുരേഷിനെ എങ്ങനെയാണ് ഏറ്റവും ഉന്നതമായ ഒരു പദവിയിൽ പോസ്റ്റിംഗ് കൊടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് പല തെളിവുകളും കൊണ്ടുവന്നപ്പോൾ അറിയാമെന്നായി, അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നായി, ദുബായ് ഭരണാധികാരി വരുന്ന സമയത്ത് അവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള പഠിപ്പിക്കാൻ വേണ്ടി പോയി എന്ന് പറയും. അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ പിന്നീട് വന്നു. സ്വപ്ന സുരേഷ് എന്നെ പലതരത്തിലുള്ള തെളിവുകൾ കൊണ്ടുവന്നു. പലവിധത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരാൻ മാത്രമല്ല, പല ഏജൻസികളുടെ ഈ എൻക്വയറികൾ നടന്നു. എവിടെ വെച്ചാണ് ഈ ഏജൻസിയുടെ എൻക്വയറികളൊക്കെ ഇല്ലാതായത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന അഴിമതി ആരോപണങ്ങളിൽ ഒന്നിലും ഒരു തരത്തിലുള്ള അന്വേഷണങ്ങൾ കൃത്യമായി നടന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി ആരോപണം വന്നു, ED കേസെടുത്തു, അതുപോലെ തന്നെ SFIO കേസെടുത്തു. SFIOൻ്റെ അന്വേഷണം ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകളിൽ നിന്ന് മൊഴിയെടുത്തില്ല എന്ന് പറയുമ്പോൾ എത്ര വിചിത്രമാണ്. കേസ് വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടും അവരുടെ മൊഴിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെ വെച്ചാണ് ഇത് തടയപ്പെടുന്നത് എന്നുള്ളതിന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇത് കൃത്യമായി RSSും അതുപോലെ തന്നെ ഇപ്പം BJPയുടെ നേതാവായിരുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണല്ലോ EP ജയരാജനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. EP ജയരാജൻ ആരാണ്? EP ജയരാജൻ എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയതുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി അറിയാം, ഇടനിലക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഈ എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതായത് പിണറായിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഇടനിലക്കാരൻ്റെ പണിയായിരുന്നു EP ചെയ്തിരുന്നത്. EP ജയരാജൻ എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കർ കണ്ടതെന്ന് പറഞ്ഞാൽ EP-ക്ക് ഈ BJPയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയായിരുന്നു എന്ന് നമ്മൾ എല്ലാവരും കേട്ടിരുന്നു. നമ്മളും ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ EP ജയരാജൻ ഈ BJP നേതാക്കന്മാരെ കണ്ടതും അതുപോലെ തന്നെ ADGP RSSൻ്റെ നേതാവിനെ കണ്ടതും ഒക്കെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ബെഹ്റ വലിയ പോലീസ് ഓഫീസറായി മാറിയെന്ന് നമുക്കറിയാം. BJPയുമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുമുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കിടെ ഇടനിലക്കാരനായിരുന്നു ബെഹ്റ എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. ബെഹ്റ എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിൽ കൂടുതൽ, അതായത് പോലീസിന്റെ തലപ്പത്തിരുന്നതിനേക്കാളേറെ ശമ്പളവും മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മെട്രോ റെയിൽ കോർപ്പറേഷന്റെ MD ആയിരുത്തിയ മെട്രോ റെയിൽ കോർപ്പറേഷനായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു IPS ഓഫീസറാണ്. ഇപ്പം മിടുക്കന്മാരായ യുവ IASകാരും IPSകാരൊക്കെ നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ ഉണ്ടായിട്ട് പോലും വിരമിച്ച ബെഹ്റയെ എന്തുകൊണ്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ബെഹ്റ ആൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുള്ളവരെയൊക്കെ വലിയ പോസ്റ്റ് കൊടുത്തിരുത്തുകയും അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തവരെയൊക്കെ ചവിട്ടിക്കളയുകയും ചെയ്ത രീതിയാണുള്ളത്. ഇത് പാർട്ടിയിലായാലും മറ്റ് IAS തലത്തിലായും IPS തലത്തിലൊക്കെ ആയിക്കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് ആവശ്യമായ ആളുകളെ മാത്രം വെച്ചു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ആരും ഇത്തവണ മിനിസ്റ്റർമാരാവണ്ട എന്ന് തീരുമാനിച്ചത്? അദ്ദേഹത്തിന് ഏകാധിപതിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഭരണത്തെയും
പാർട്ടിയെയും ഹൈജാക്ക് ചെയ്ത് ഇന്ന് ഈ പാർട്ടിയെ ഇത്രയും അപജയത്തിലേക്ക് എത്തിച്ചതിലെ ഏറ്റവും വലിയ പങ്കാളി എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യനാണ്. ഇപ്പൊ പാർട്ടിയിൽ തിരുത്തലുണ്ടാവും എന്ന് പറഞ്ഞു. പാർട്ടിയിൽ ഒറ്റ തിരുത്തലേ ആവശ്യമുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പാർട്ടി അന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്നും ഈ പാർട്ടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സിവി പറഞ്ഞല്ലോ, CPM-ൽ ആകമാനം വലിയ പ്രതിഷേധവും ഇദ്ദേഹത്തിനെതിരെ വലിയ പടയൊരുക്കവും നടക്കുന്നുണ്ട്. പക്ഷേ CPM-ന്റെ രീതി വെച്ചിട്ട് ഈ ഒരു മുഖ്യമന്ത്രിയെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം പാർട്ടി കയ്യിലേക്ക് വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പം ഒറ്റ ഉദാഹരണം നമ്മൾ പറയാം. ഈ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുകയും മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇവിടെ പിണറായി വിജയൻ ഉണ്ടായ ഒരു കാലം. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറേ, കാരണം VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്ന ആശയപരമായ പോരാട്ടമായിരുന്നു. അല്ല, അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആശയപരമായ പോരാട്ടം മാത്രമല്ല. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ വളരെ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന്. ലാവ്ലിൻ കേസ് എന്ന കേസ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് നേരിട്ട് നടത്തിയ അഴിമതിയാണെന്നും ഈ കേസിൽ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കിക്കൊണ്ട് പിണറായി വിജയൻ സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും അതുകൊണ്ട് ഇതിനെതിരെ പാർട്ടി പ്രവർത്തകർ ഒന്നാകെ ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശമാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകർ നൽകി. യഥാർത്ഥം എന്താ സംഭവിച്ചത്? പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറിമാരെയും മറ്റ് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഒക്കെ പിണറായി പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഇടനിലക്കാരനായി നിന്നയാളാണ് EP. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിൽ പാർട്ടിയെ കൃത്യമായി കൊണ്ടുവെക്കുക, പാർട്ടി നേതാക്കന്മാരെ ഒരുമിച്ച് കൊണ്ടുവരിക, അങ്ങനെ പാർട്ടി ഹൈജാക്ക് ചെയ്യുക. ഇതേ ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് എതിരാളികളാണ് എന്ന് വിശേഷിപ്പിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർക്കുന്നത് സംഘപരിവാർ ശക്തികളെയാണെന്ന് പ്രഖ്യാപിക്കുകയും ഇതേ സമയം തന്നെ സംഘപരിവാർ ശക്തികളുമായി കൃത്യമായി ചങ്ങാത്തൽ ഏർപ്പെടുകയും ചെയ്യുക. സന്ധി ചെയ്യുക മാത്രമേ ഇതിൽ നമ്മൾ കാണേണ്ടത്. ശ്രീ എമ്മിനെ പോലെയുള്ള ചില വ്യക്തികൾ, ഈ എമ്മിന് ഉള്ള കേരളത്തിലുള്ള പ്രതിച്ഛായ വേറെയാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു ആത്മീയാചാര്യനാണ് ശ്രീ എം. അപ്പൊ ശ്രീ എം ആണ് കണ്ണൂരിൽ വെച്ചിട്ട് RSSുമായി സന്ധി ചെയ്തതെന്നുള്ള അന്ന് വലിയ വാർത്ത വന്നാണ്. ഇവിടെ എന്താ CPM-കാരൊന്നും മിണ്ടാതിരുന്നത്? ഇപ്പം കേരളത്തിലാകമാനം BJP-യുമായും RSSുമായും യാതൊരു തരത്തിലൊരു സംഘർഷമില്ല. സംഘർഷം ഉണ്ടാവണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലും സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ കേരളത്തിലെ ഈ സംഘർഷം ഒരു സ്വിച്ചിട്ട പോലെ നിന്നത് എങ്ങനെയാണ്? പിണറായി വിജയൻ ഈ ശ്രീ എമ്മിനെ ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് RSSന്റെ ചില നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയുടെ ഫലമാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. സാർ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ചോദിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റു പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്, അതായത് രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള പലരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ CPM-നകത്ത് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും തമ്മിൽ ഒരു പോരുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ പോരിനൊക്കെ അടിസ്ഥാനം ആശയങ്ങളോ ഇതൊന്നുമല്ല. ഇതിനകത്ത് കാരണം കട്ട മുതൽ പങ്കുവെക്കുന്നതിൽ രണ്ട് കള്ളന്മാർ തമ്മിൽ ഉണ്ടായിട്ടുള്ള തർക്കം പോലെയാണ് പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും തമ്മിലുള്ള തർക്കം എന്നാണ് പറയുന്നത്. അല്ല, അതങ്ങനെയല്ല. ഞാൻ ഇതിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയാം. അതായത് MV ഗോവിന്ദൻ എന്ന് പറയുന്നത് ആള് അഴിമതിക്കാരനൊന്നുമല്ല. അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം കാസർഗോഡ് ജില്ലയുടെ ചെറുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ബീവറേജിന്റെ ഒരു ഔട്ട്ലെറ്റ് അടക്കുന്നതിന് സർക്കാർ സ്പെഷ്യൽ ഓർഡർ ഇറക്കി. അന്ന് ഗോവിന്ദ മാഷായിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രി, നമുക്കറിയാം. അത് പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുന്നിലാണ്. അപ്പോൾ ഈ പ്രത്യേക ഓർഡർ ഇറക്കിയത് അവിടെയുള്ള ഒരു ബാർ മുതലാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജൻ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു ഗോവിന്ദ മാഷ്ക്കെതിരെ. അത് തീർത്തും ഈ അടിസ്ഥാനരഹിതമാണെന്നുള്ള അവിടെയുള്ള അതിനൊരു ചെറിയൊരു വിയോജിപ്പ് എന്താ പറയുക സാർ? കാരണം ചില PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പാർട്ടിക്ക് വിധേയനായിട്ട് പുറത്തിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടിട്ട് PV അൻവർ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് PV അൻവർ ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു. അപ്പോൾ ഈ PV അൻവറിന് പകർന്നു കിട്ടിയിരിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ MV ഗോവിന്ദനാണ്. ആരാണ് PV അൻവർ എന്ന് നമുക്ക് കേരളത്തിന് മൊത്തം കൃത്യമായിട്ട് നമ്മള് ഒരു 4 ദിവസം മുന്നേ നടത്തിയ ചർച്ചയുണ്ട്. അതായത് PV അൻവർ ഈ വിഷയം ഉന്നയിക്കുകയും P ശശിക്കെതിരെ, അതായത് P ശശിയും അതുപോലെ തന്നെ ADGP MR അജിത് കുമാറും ചേർന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളും അട്ടിമറിക്കപ്പെടുകയാണെന്നും പലരും കൊല്ലപ്പെട്ട കേസിൽ പോലും അന്വേഷിക്കും. ഇപ്പം മാമിയയുടെ തിരോധാനമൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു പയ്യൻ വെടിവെച്ച് കൊല്ലപ്പെട്ട കേസൊക്കെ യഥാർത്ഥത്തിൽ കേസ് അട്ടിമറിക്കപ്പെട്ടതിന് പിന്നിൽ MR അജിത്തും P ശശിയൊക്കെ ചേർന്നുകൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായി. അത് അൻവർ മാത്രമല്ല ഉന്നയിച്ചത് നമ്മൾ കാണുന്നുണ്ട്. കാരാട്ട് റസാഖും ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വലിയ കേസുകളിൽ MR അജിത്തും അദ്ദേഹത്തിന്റെ സംഘവും ഇപ്പം ചില SP മാരൊക്കെ ചേർപ്പ് സുജിത് ദാസിന്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സുജിത്
അവിടെയുള്ള ഒരു സ്ത്രീ, പരാതിയുമായി വന്ന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്നും അവിടുത്തെ സിയും അവിടുത്തെ മറ്റ് ചില പോലീസുകാരും ഒക്കെ SP എല്ലാം ഈ കേസിൽ പ്രതിയാണെന്ന് ഇവർ എന്താ വെച്ചാൽ CIക്കെതിരെ പരാതിയുമായിട്ട് ഡിവൈഎസ്പിയുടെ എടുത്തത് ഇപ്പോൾ അവിടെ ഡിവൈഎസ്പി പിടിപ്പിക്കുന്നു, ഡിവൈഎസ്പിയെ കൈമാറുന്നു, അങ്ങനെ കൈമാറും. അപ്പൊ പോലീസിന്റെ അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെ അങ്ങനെ ഒരു എൻക്വയറി തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ഇത് ആദ്യത്തെ കേസല്ല. പരാതിയുമായി പിന്നെ SIമാരടുത്തും CIമാരടുത്തൊക്കെ ചെന്ന് പീഡിപ്പിക്കപ്പെട്ട അവരുടെ എണ്ണം ഇപ്പൊ കൂടുതലാണ്. കാരണം പലരെയും സർവീസിൽ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംഭവം കൂടി വന്നപ്പോൾ പോലീസ് എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു, കേരളത്തിലെ പോലീസ് എത്രത്തോളം മോശമായിരിക്കുന്നു എന്നതിൻ്റെ ഇതിനപ്പുറത്തേക്ക് വേറെ തെളിവുകൾ വരാനില്ല. ഇപ്പം നമുക്കറിയാം മോൺസൺ കേസുമായി ബന്ധപ്പെട്ട്, മോൺസൺ മാവുങ്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് കേസിൽ പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ലക്ഷ്മണയെ തിരിച്ചെടുത്ത ദിവസം ഇതേ ദിവസമാണ് വേറൊരു SP-യെ വലിയൊരു ബലാത്സംഗ കേസിലടക്കമുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകുന്നത്. അദ്ദേഹം സസ്പെൻഷനായത് ഇന്നലെയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഇതുവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം അബദ്ധജടിലമാണ്. ഈ PV അൻവർ പൊട്ടിച്ചിരിക്കുന്ന ഈ ബോംബിന്റെ ഫ്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാർട്ടി ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തും, പുഴുക്കുത്തുകളെ ഒഴിവാക്കും എന്നൊക്കെ കളമറിക്കാനുണ്ടെന്നായിരുന്നു ഈ ഗോവിന്ദ മാഷ് പറഞ്ഞത്. ഏറ്റവും കള മാത്രമുള്ള ഒരു വയലിൽ പോയിട്ട് കളമറിക്കും എന്ന് പറഞ്ഞാൽ എന്ത് കളമറിക്കാനുള്ളത്? കത്തിച്ചു കളയാൻ വേണ്ടത്. യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിലുള്ള ഇത്തരത്തിൽ അഴിമതിക്കാരെയും അതുപോലെ സ്വജനപക്ഷം കാണിക്കുന്നവരെയും അല്ലെങ്കിൽ താൽപര്യമാനത്തെ കാണിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ഗോവിന്ദ മാഷി പണി നിർത്തിയിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഗോവിന്ദ മാഷി പോരാടി പിണറായി വിജയനെ തകർക്കേണ്ടി വരും. പക്ഷേ CPM-ന് ഒരു രീതി വെച്ചിട്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിൽ പരാജയപ്പെടുമെന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇതേവരെ കണ്ടത് കരുത്തനായ പിണറായി വിജയനാണ്. എനിക്ക് പിണറായി വിജയൻ ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. ഏറ്റവും അടുത്ത് പരിചയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ പിണറായി വിജയൻ അതിശക്തനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മിണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് പിണറായി വിജയൻ എല്ലാ തലങ്ങളിലും പരാജയപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഈ എല്ലാ ആളുകളാലും വെറുക്കപ്പെട്ടിരുന്ന P ശശിയെ വീണ്ടും ഡബിൾ പ്രൊമോഷൻ നൽകി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിക്കുകയും അദ്ദേഹം പോലീസിൻ്റെ ഏജന്റായി മാറുകയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന വലിയ ഒരു അധികാര ശക്തിയായിട്ട് അദ്ദേഹം മാറുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇത് പിണറായി വിജയൻ ചെയ്ത യഥാർത്ഥത്തിൽ പാർട്ടിയോട് പോലും ആലോചിക്കാതെ പിണറായി വിജയന്റെ മാത്രം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ P ശശിയെ ഇത്രയേറെ ആരോപണ വിധേയനായി പലതരത്തിൽ മണിച്ചൻ കേസിൽ ആരോപണവിധേയനായ ആളാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നടന്ന ഒരു DYFI വനിതാ നേതാവിനെ പീഡിപ്പിച്ച കേസിൽ നേരിട്ട് കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ട് പാർട്ടി കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന്റെ പ്രാഥമികമായ അംഗത്വത്തിൽ പോലും തുടരാൻ പാടില്ല എന്ന് പാർട്ടി കണ്ടെത്തി പുറത്താക്കിയ ആളാണ്. എന്തുകൊണ്ടാണ് P ജയരാജനെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തത്? P ജയരാജൻ അന്ന് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു, P ശശിയെ പുറത്താക്കിയേ പറ്റുള്ളൂ, പാർട്ടിയിൽ അയാളെ വെച്ചേക്കാൻ പാടില്ല. അതുകൊണ്ടാണ് P ശശിക്ക് പുറത്തു പോകേണ്ടി വന്നതും P ജയരാജൻ ഇപ്പോഴും കണ്ണൂരിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉള്ളതും. ഈ സ്വീകാര്യതയാണ് പിണറായിയെ ഭയപ്പെടുത്തിയിരുന്നത്. P ശശിയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അണിയറ നീക്കങ്ങളും നടത്തിയത് P ജയരാജനാണ് എന്നുള്ള ഒറ്റ ബോധ്യത്തിലാണ്. ഇന്നലെ വീണ്ടും ഒരു ആരോപണം വന്നിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം PG ആർമി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ്, അതിന്റെ പേരിൽ P ജയരാജനെതിരെ വലിയ ശാസന ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ വീണ്ടും P ശശിക്കെതിരെ വലിയ രീതിയിൽ റെഡ് ആർമിയുടെ ഒരു വലിയ പോസ്റ്റ്, അത് വലിയ വിവാദമായിട്ടുണ്ട്, പാർട്ടിയിൽ വലിയ വിവാദമായിട്ടുണ്ട്. ഈ പോസ്റ്റിന് പിറകിൽ വീണ്ടും ജയരാജനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് P ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ആർമിയായിട്ട് എനിക്ക് ബന്ധമില്ല എന്നും, അത് റെഡ് ആർമി ആയാലും PG ആർമിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും P ജയരാജനെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വട്ടം നേതാക്കന്മാരും അതുപോലെ തന്നെ അണികളും, കണ്ണൂരിലെ അണികളും വീണ്ടും P ശശിക്കെതിരെയുള്ള നീക്കത്തിൽ അതിശക്തമായ നിലപാടുമായി രംഗത്തുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പണത്തോടും അതുപോലെ തന്നെ അധികാരത്തോടുമുള്ള വലിയ ആർത്തിയും അതിനു വേണ്ടിയിട്ട് എന്ത് പദ്ധതികളും ചെയ്യാം എന്നുള്ള ഒരു ആലോചനയും അതിൻ്റെ പേരിലുണ്ടായ സംഘർഷങ്ങളൊക്കെ തന്നെയാണ് പാർട്ടിയിൽ ഇപ്പം ഇനി വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെ പേരിൽ മാത്രമല്ല ഈ പാർട്ടിക്കുള്ളിൽ തന്നെ
ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ പിണറായി വിജയൻ മൗനിയായിരിക്കുന്നത് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് പിണറായി വിജയൻ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന കേസിലല്ല ഇപ്പോൾ പെട്ടിരിക്കുന്നത്. പിന്നെ എല്ലാ നേതാക്കന്മാരുടെയും ഗ്രാഫ് നമുക്കറിയാം, എല്ലാ കാലത്ത് ഉയർന്നു നിൽക്കില്ലെന്നും ഗ്രാഫ് താഴുമെന്നും, ഗ്രാഫ് താഴുന്ന സാഹചര്യത്തിൽ CPM ഒരു രീതി വെച്ച് അവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായ ശ്രമം ഉണ്ടാവുന്നു നമുക്കറിയാം. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇവരുടെ എല്ലാം മുന്നിൽ തലനാട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഈ പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി ഒരുപക്ഷെ പിണറായി വിജയൻ രാജിവെച്ച് പോവേണ്ട സാഹചര്യം പോലും ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടില്ല എന്ന് പറയുന്നു. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാം, ഇന്ന് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജില്ലയിൽ നിന്നുള്ള ഇത്രയും നാണം കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്നും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും സ്വന്തം കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിക്കുന്നതിന് അപ്പുറത്ത് മറ്റൊരു അജണ്ടയും ഈ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനിയായിരിക്കുമ്പോൾ നമുക്ക് ഒന്ന് തുറന്നു പറയേണ്ടി വരും, മുഖ്യമന്ത്രിക്ക് സംഘപരിവാറുമായിട്ട് അടുത്ത ബന്ധമാണ്, സംഘപരിവാറുമായിട്ട് പല ഡീലുകളും നടത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിന് അപകടമാണ്, CPM അപകടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.